CJPക്ക് മുമ്പിൽ മുട്ടുമടക്കിയ മോദി സർക്കാരിന് അടുത്ത അഗ്നി പരീക്ഷണം. വീണ്ടും അവർ ഇറങ്ങുകയാണ്. കർഷകർ പണ്ട് കർഷക സമരത്തിൻ്റെ കരുത്ത് എന്താണെന്ന് മോദി നന്നായി അറിഞ്ഞതാണ്. കർഷകർ പ്രതിഷേധിച്ചപ്പോൾ, ഡൽഹിയിലെത്തി പ്രതിഷേധിച്ചപ്പോൾ മോദിയുടെ കോട്ടകൊത്തളങ്ങൾ വിറച്ചു. ഒടുവിൽ കർഷകരുമായി ഒരു ഒത്തുതീർപ്പിനെത്താൻ മോദി തയ്യാറായി. രാകേഷ് ഖിലായത്ത് എന്ന കർഷക നേതാവ് ഇന്ത്യയിലെ താരമായി മാറി. ഈ കർഷക സമരത്തിലൂടെയാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗമായ ബിജു കൃഷ്ണനും നേതൃനിരയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി വീണ്ടും ഒരു അഗ്നി പരീക്ഷ നേരിടുന്നു. വീണ്ടും കർഷക സമരം ആരംഭിച്ചിരിക്കുന്നു. മധ്യപ്രദേശിലാണ് കർഷക സമരം ആരംഭിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നും 2000-ലധികം കർഷകർ ഭോപ്പാലിലേക്ക് ഇരച്ച് കയറിയിരിക്കുകയാണ്. അവർ ഭക്ഷണവും ദിവസങ്ങൾ പ്രതിഷേധിക്കാനുള്ള ഭക്ഷണവുമായാണ് എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി മോഹൻ യാദവിൻ്റെ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിൻ്റെ വസതിക്ക് മുന്നിലാണ് അവർ സമരം നടത്തുന്നത്. ആ സമരത്തിന് ഒരു കാരണമുണ്ട്. സർക്കാർ ഏർപ്പെടുത്തിയ ടോക്കൺ, വളം വാങ്ങുന്നതിനും മറ്റുമായി സർക്കാർ ഏർപ്പെടുത്തിയ ടോക്കൺ പദ്ധതി നിർത്തലാക്കുക എന്നതാണ് കർഷകരുടെ ആവശ്യം. മാത്രമല്ല, താരതമ്യേന വിൽപ്പന കുറഞ്ഞ പയർവർഗ്ഗങ്ങളുടെ വിൽപ്പന കേന്ദ്ര സർക്കാർ ഇടപെട്ട് സർക്കാർ ഏറ്റെടുക്കണം എന്നതാണ് അവരുടെ മറ്റൊരു ആവശ്യം. രാകേഷ് ഖിലായത്ത് തന്നെയാണ് ഈ കർഷക സമരത്തെയും നയിക്കുന്നത്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ സാന്നിധ്യവും ശ്രദ്ധേയമാണ്. കർഷകരും CJP നേതാക്കളുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ കർഷക സമരം സജീവമായി നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ കർഷക സമരം സജീവമായി ഉയർത്തിക്കൊണ്ടുവരാൻ മധ്യപ്രദേശിലെ കർഷകർക്ക് കഴിഞ്ഞിരിക്കുന്നു. കർഷകർ വീണ്ടും തെരുവിലിറങ്ങുന്നത് മോദിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ല. കർഷകരുടെ കരുത്തെന്തെന്ന് അവർക്കറിയാം. ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് മധ്യപ്രദേശിലെ കർഷകർ ഉയർത്തുന്ന മുദ്രാവാക്യം. പണ്ടത്തെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മുദ്രാവാക്യം. മധ്യപ്രദേശിലെ കർഷകർ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് തെരുവിൽ ഇറങ്ങുമ്പോൾ മോദി ഒരിക്കൽ കൂടി അഗ്നി പരീക്ഷണം നേരിടേണ്ടി വരും എന്നത് ഉറപ്പാണ്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നും ഡൽഹിയിലേക്ക് തങ്ങളുടെ സമരം വ്യാപിപ്പിക്കും എന്നാണ് കർഷകർ പറയുന്നത്. ഭോപ്പാലിൽ നിന്ന് ഡൽഹിയിലേക്ക് സമരം വ്യാപിപ്പിച്ചാൽ അത് മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറും. കർഷക സമരത്തെ അവഗണിച്ചതിൻ്റെ ഫലം മോദി അനുഭവിച്ചിട്ടുണ്ട് ഒരിക്കൽ. കർഷകരുടെ കരുത്ത് എന്തെന്ന് മോദി നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. അതേ കർഷകർ തന്നെയാണ് വീണ്ടും പ്രതിഷേധിക്കുന്നത്. അതേ കർഷകർ തന്നെയാണ് വീണ്ടും പ്രതിഷേധത്തിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും കർഷക സമരം പൊടിപൊടിക്കുകയാണ്. കർഷക സമരം തീയായി മാറുകയാണ്. മധ്യപ്രദേശിലെ ഭോപ്പാലിലേക്ക് 2000-ലധികം കർഷകരാണ് ഒഴുകി എത്തിയിരിക്കുന്നത്. 2000-ലധികം കർഷകർ മധ്യപ്രദേശിലെ ഭോപ്പാലിലേക്ക് ഒഴുകി എത്തുമ്പോൾ മോദി വളരെ അസ്വസ്ഥനാണ്. കാരണം കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അവർ പെട്ടെന്നൊന്നും മടങ്ങിപ്പോകില്ല. കർഷകരുടെ ശാപം വീണ ഇന്ത്യ ഒരിക്കലും രക്ഷപ്പെടില്ല. മുമ്പ് കർഷകർ നടത്തിയ സമരത്തിൻ്റെ ശക്തി, ആ സമരത്തെ നിസ്സാരമായി കണ്ടത് ഒക്കെ മോദിക്ക് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. ഒടുവിൽ ആ കർഷക സമരത്തോട്, പഞ്ചാബിലെയും ഹരിയാനയിലെയും ഒക്കെ കർഷകർ നടത്തിയ സമരത്തെ ഒത്തുതീർപ്പിലേക്ക് നയിക്കേണ്ട അവസ്ഥ മോദിക്ക് ഉണ്ടായി. ഇപ്പോൾ വീണ്ടും മധ്യപ്രദേശിൽ നിന്ന് സമരം ആരംഭിച്ചിരിക്കുന്നു. ടോക്കൺ അടക്കമുള്ള അത്യന്താധുനിക സൗകര്യങ്ങൾ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് കർഷകരുടെ ആരോപണം. വളം ലഭിക്കുന്നില്ല, കാർഷിക വിളകൾ കൈമാറ്റം ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു. അതിനെതിരെ ആരംഭിക്കുന്ന സമരം അത് മോദിയെ കൂടുതൽ അസ്വസ്ഥനാക്കി മാറ്റും. മോദി ഏകാധിപതിയെ പോലെ ഇപ്പോൾ പെരുമാറുകയാണ്. മോദിക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് തകർന്നപ്പോൾ മോദി ആശ്വസിച്ചു. പക്ഷേ CJPയും കർഷകരും ചേർന്ന് വട്ടം ചുറ്റിക്കുകയാണ് മോദിയെ.